നമസ്കാരം. കണ്ണടച്ച് തുറക്കും വേഗത്തിൽ ഇതാ ഡിസംബർ എത്തിയിരിക്കുകയാണ്. ഡിസംബറിന്റെ 5 ദിവസങ്ങൾ കടന്നുപോയി എന്ന് ഓർക്കുമ്പോൾ തന്നെ ഒരു ഞെട്ടൽ തന്നെ ഉണ്ടായി കാണും പലർക്കും. 2024 വിട പറയാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ വർഷത്തോട് വിട പറയാൻ മാത്രമല്ല, അടുത്ത വർഷത്തെ വരവേൽക്കാനും നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ടെലികോം വരിക്കാരെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഒരു വർഷത്തേക്കുള്ള മികച്ച പ്ലാനുകൾ തിരഞ്ഞെടുക്കാൻ ഇപ്പോഴേ അന്വേഷണങ്ങൾ തുടങ്ങാവുന്നതാണ്. സ്വകാര്യ ടെലികോം കമ്പനികളുടെ വരിക്കാരായി തുടരുന്നവർക്ക് വാർഷിക പ്ലാനുകൾ ഇത്തവണ ഒരല്പം കടുപ്പമാണ്. കാരണം ടെലികോം പ്ലാനുകളുടെ നിരക്ക് മൊത്തത്തിൽ കൂടിയതുകൊണ്ട് തന്നെ വാർഷിക പ്ലാനുകൾക്കും വൻ നിരക്ക് വർധന ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 3000-ൽ താഴെ വിലയിൽ സ്വകാര്യ ടെലികോം കമ്പനികളുടെ വാർഷിക റീചാർജ് പ്ലാനുകൾ ലഭ്യമായിരുന്നു. എന്നാൽ നിരക്ക് വർധനയ്ക്ക് ശേഷം ഇന്ത്യയിലെ 1-ാം നമ്പർ ടെലികോം കമ്പനിയായ റിലയൻസ് ജിയോയുടെ ഏറ്റവും കുറഞ്ഞ വാർഷിക പ്ലാനിന് 3599 രൂപ നൽകേണ്ടി വരും. ഇത് കഴിഞ്ഞ വർഷത്തെ വിലയേക്കാൾ ഏതാണ്ട് 600 രൂപയോളം കൂടുതലാണ്. ഏത് കമ്പനിയുടെ വരിക്കാരനായാലും ശരി, മൊബൈൽ റീചാർജിനെ സംബന്ധിച്ചിടത്തോളം വാർഷിക പ്ലാനുകളാണ് എപ്പോഴും ലാഭകരമെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന നിരക്ക് വർധന, ഇടയ്ക്കിടെ റീചാർജ് ചെയ്യാനുള്ള മെനക്കേട് എന്നിവ ഒഴിവാക്കാനും സാമ്പത്തികപരമായ ലാഭം നേടാനും വാർഷിക റീചാർജ് പ്ലാനുകളാണ് നല്ലതെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരാണ് നമുക്കിടയിലുള്ളത്. ഡിസംബർ, ജനുവരി മാസങ്ങളിലാണ് കൂടുതൽ പേരും വാർഷിക പ്ലാനുകൾ തിരഞ്ഞെടുക്കാൻ മുന്നിട്ടിറങ്ങാറുള്ളത്. ഇന്ത്യയിലെ ടെലികോം കമ്പനികളുടെ കൂട്ടത്തിൽ നിരക്ക് ഉയർത്താത്തത് പൊതുമേഖലാ സ്ഥാപനമായ BSNL മാത്രമാണ്. അടുത്തെങ്ങും നിരക്ക് വർദ്ധിപ്പിക്കില്ല എന്ന് BSNLും അറിയിച്ചിട്ടുണ്ട്. എങ്കിലും BSNL വാർഷിക പ്ലാൻ റീചാർജ് ചെയ്തു വെക്കുന്നത് ഒരു മികച്ച നീക്കമാണോ? ഇതാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഇതിനുള്ളൊരു ഉത്തരം ആണ് എന്ന് തന്നെയാണ്. കാരണം 2025-ൽ BSNL 5G അവതരിപ്പിക്കുമെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. ഈ സമയത്ത് ചിലപ്പോൾ നിരക്കുകളിൽ ചെറിയ വർധനമുണ്ടായിരിക്കും. 300 ദിവസത്തിന് മുകളിൽ വാലിഡിറ്റിയുള്ള നിരവധി മികച്ച പ്രീപെയ്ഡ് പ്ലാനുകൾ കുറഞ്ഞ നിരക്കിൽ BSNL വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതിൽ അത്യാവശ്യം ഡേറ്റ ഉപയോഗവും അൺലിമിറ്റഡ് കോളിംഗും സഹിതം 355 ദിവസ വാലിഡിറ്റി ആഗ്രഹിക്കുന്ന സാധാരണക്കാർക്ക് ഏറ്റവും അനുയോജ്യമായ പ്ലാന് 1999 രൂപയുടെ BSNL വാർഷിക പ്ലാനാണ്. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡേറ്റ, കോളിംഗ് ആനുകൂല്യങ്ങൾ ഒരു വർഷത്തേക്ക് വാഗ്ദാനം ചെയ്യുന്നു എന്നതാണ് 1999 രൂപയുടെ BSNL വാർഷിക പ്ലാനിനെ വേറിട്ട് നിർത്തുന്ന കാര്യം. സാധാരണ ഡേറ്റ ഉപയോഗം മാത്രമുള്ള ഒരു ഉപയോക്താവിനെ സംബന്ധിച്ചിടത്തോളം ഇത് മികച്ച വാർഷിക റീചാർജ് ഓപ്ഷൻ തന്നെയാണ്. മുടക്കുന്ന തുകയേക്കാൾ മൂല്യമുള്ള സേവനങ്ങൾ ഈ BSNL പ്രീപെയ്ഡ് പ്ലാൻ വാഗ്ദാനവും ചെയ്യുന്നുണ്ട്. 1999 രൂപയുടെ BSNL വാർഷിക പ്രീപെയ്ഡ് പ്ലാനിലെ ആനുകൂല്യങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞുതരാം. 365 ദിവസം വാലിഡിറ്റിയിൽ ഡേറ്റ, കോളിംഗ് ആനുകൂല്യങ്ങൾ ചീപ്പ് റേറ്റിൽ ലഭിക്കുന്നു എന്നതാണ് ഈ പ്ലാനിന്റെ പ്രധാന നേട്ടം. അൺലിമിറ്റഡ് കോളിംഗ്, 600 GB ബൾക്ക് ഡേറ്റ, ദിവസം 100 സൗജന്യ SMS എന്നിവയാണ് ഈ പ്ലാനിലെ പ്രധാന ആനുകൂല്യങ്ങൾ. ഇതിൽ എത്തുന്നത് 600 GB ബൾക്ക് ഡേറ്റയാണ് എന്നതിനാൽ തന്നെ ഉപയോഗിക്കാത്ത ദിവസത്തെ ഡേറ്റ പാഴായി പോകുന്നില്ല. മാത്രമല്ല, ഡേറ്റ കൂടുതൽ ഉപയോഗിക്കേണ്ട അവസരങ്ങളിൽ പരിധിയില്ലാതെ ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. BSNL ട്യൂൺസ് ഉൾപ്പെടെ ചില അധിക ആനുകൂല്യങ്ങളും ഈ പ്ലാനിൽ BSNL അവതരിപ്പിച്ചിട്ടുണ്ട്. വിശദമായ ആനുകൂല്യങ്ങൾ BSNL സെൽഫ് കെയർ ആപ്പിൽ ലഭ്യമാണ്. മാത്രമല്ല, ആപ്പ് വഴി റീചാർജ് ചെയ്താൽ 40 രൂപയോളം, 2% വരുന്നത്, ഡിസ്കൗണ്ടും ലഭിക്കുന്നതാണ്. എന്തായാലും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, സ്വകാര്യ ടെലികോം സേവനദാതാക്കൾ നൽകുന്നതിനേക്കാൾ ഒരുപാട് മെച്ചമാണ്. പൈസ ലാഭിക്കും, പോക്കറ്റിൽ കാലിയാകാതെ നിൽക്കാം എന്നതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇപ്പോൾ 5G ഇല്ല എന്നുള്ളൊരു പോരായ്മ മാത്രമേ BSNLനുള്ളൂ. അത് 2025 പരിഹരിക്കുകയും ചെയ്യുന്നുണ്ട് അവർ. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ പോക്കറ്റ് കീറാതിരിക്കാൻ നിങ്ങൾക്ക് BSNL തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഉചിതം.